ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മത്തിയും ചെറുചേമ്പും വെച്ചിട്ടൊരു കറിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ചെറുചേമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മത്തിയാണ്. അപ്പോൾ കുറച്ച് മത്തി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടിയിൽ തയ്യാറാക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം 1 സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉലുവ ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ആ ഉലുവയെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 സ്പൂൺ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവോളൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ സവോളയുടെ ഒക്കെ കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണക്കം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 4 എണ്ണം 2ആയിട്ട് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയുടെ ഒക്കെ കളറ് മാറി വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചാള വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള കറികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയത് കാരണം തന്നെ നല്ല കളറും കിട്ടും കറിക്ക്. അതുപോലെ തന്നെ എരിവും കുറവായിരിക്കും. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ അതിൻ്റെ പച്ചമണക്കം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പുളിയുടെ വെള്ളമാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച മത്തി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ സമയം കൊണ്ട് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചേമ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് മുങ്ങാൻ പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞത് ശേഷം ഞാനിതാ ലിഡ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഈ ചാള കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മത്തിയും ചേമ്പും വെച്ചിട്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.